തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ടി.വി.കെ എന്ന പുതിയ രാഷ്ട്രീയ ശക്തിയുടെ ഭരണപരമായ കാഴ്ചപ്പാടുകളും മുൻ ഡി.എം.കെ സർക്കാരിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളും നിറഞ്ഞതായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ചൊല്ലി കേരളവും തമിഴ്നാടും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിൽ തമിഴ്നാട് തങ്ങളുടെ പരമ്പരാഗത നിലപാട് കൂടുതൽ കർശനമായി ആവർത്തിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കങ്ങളെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പുതിയ അണക്കെട്ട് എന്ന ആവശ്യവുമായി അന്താരാഷ്ട്ര തലത്തിലും സുപ്രീം കോടതിയിലും നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ നിലവിലുള്ള ഡാം സുരക്ഷിതമാണെന്നും പുതിയ ഡാം നിർമ്മിച്ചാൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലേക്കുള്ള ജലലഭ്യത കുറയുമെന്നുമാണ് തമിഴ്നാടിന്റെ ഭയം. കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാത്തരം ശ്രമങ്ങളെയും നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കുമെന്ന പ്രഖ്യാപനം കേരള തമിഴ്നാട് അതിർത്തികളിൽ വീണ്ടും ഈ വിഷയം സജീവ ചർച്ചയാകാൻ കാരണമാകും. തമിഴ്നാട്ടിലെ കർഷകരുടെ ജീവനാഡിയായ കാവേരി നദീജല വിഷയത്തിൽ കർണാടക സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് വിജയ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കാവേരി നദിക്ക് കുറുകെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടകത്തിന്റെ നീക്കം തമിഴ്നാട്ടിലെ കാവേരി ഡെൽറ്റ മേഖലയിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കും. എല്ലാ വർഷവും കാവേരി ജലം ലഭിക്കുന്നതിന് തമിഴ്നാട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച ഗവർണർ കർണാടകത്തിന്റെ ഈ പുതിയ നീക്കത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജലലഭ്യത അനിശ്ചിതത്വത്തിലാക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിനുള്ളിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുമെന്നും മഴവെള്ളം സംഭരണവും ഭൂഗർഭജല സംരക്ഷണവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഉറപ്പ് നൽകുന്നു. വിജയ് സർക്കാരിന്റെ കേന്ദ്രത്തോടുള്ള നയം വ്യക്തമാക്കുന്നതായിരുന്നു നയപ്രഖ്യാപനത്തിലെ വിദ്യാഭ്യാസ ഭാഷാ നയങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംസ്ഥാനം ശക്തമായി എതിർക്കും. തമിഴ്നാടിന്റെ തനതായ സംസ്കാരത്തിനും ഭാഷാ തനിമയ്ക്കും വിരുദ്ധമാണ് കേന്ദ്രത്തിന്റെ ചില നിർദ്ദേശങ്ങളെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് നിലവിലുള്ള ദ്വിഭാഷാ നയം കർശനമായി തുടരും. കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കുന്നതിന് ത്രിഭാഷാ നയം നടപ്പാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിബന്ധനയെ രാഷ്ട്രീയമായി നേരിടുമെന്നും വിജയ് സർക്കാർ പ്രഖ്യാപിച്ചു. ഭാഷാപരമായ അടിച്ചേൽപ്പിക്കലുകൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന തമിഴ് വികാരം തന്നെയാണ് പുതിയ സർക്കാരും ഉയർത്തിപ്പിടിക്കുന്നത്. ഗവർണർ തന്നെ കേന്ദ്രത്തിനെതിരെയും ഈ വിമർശനങ്ങൾ സഭയിൽ വായിച്ചുവെന്നതും ശ്രദ്ധേയമായൊരു രാഷ്ട്രീയ നീക്കമാണ്. പുതിയ സർക്കാരിന്റെ ഭരണപരമായ മുൻഗണനകളും ആദർശങ്ങളും വ്യക്തമാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടായി. ജാതി, മതം, പണം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പാർട്ടിയാണ് ടി.വി.കെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് വിജയ് സർക്കാർ അവകാശപ്പെട്ടു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പിതാവായ പെരിയാർ, മുൻ മുഖ്യമന്ത്രി അണ്ണാദുരൈ, ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കർ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ സാമൂഹിക നീതിയിലാണെന്ന് സർക്കാർ വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. മുൻ ഡി.എം.കെ സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ കടുത്ത ഭാഷയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിച്ചു. തമിഴ്നാട്ടിലെ സമീപകാലത്തായി വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണം സംസ്ഥാനത്തേക്ക് അനിയന്ത്രിതമായി ഒഴുകിയെത്തിയ ലഹരി വസ്തുക്കളാണെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. മുൻ സർക്കാർ ലഹരി മാഫിയയെ തടയുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും പുതിയ സർക്കാർ ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ പ്രതീകാത്മകമായ ചടങ്ങുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചതിനു ശേഷം ദേശീയഗാനം ആലപിച്ചു. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വന്ദേമാതരം ആലപിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. ഇത് പുതിയ സർക്കാരിന്റെ തമിഴ് ദേശീയതയോടുള്ള ആഭിമുഖ്യത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് പുതിയ വിജയ് സർക്കാർ ഈ നയപ്രഖ്യാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ, കാവേരി എന്നീ വിഷയങ്ങളിൽ കേരളവുമായും കർണാടകവുമായുമുള്ള തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ ഇത് കാരണമായേക്കാം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഷാ വിദ്യാഭ്യാസ നയങ്ങളെ എതിർത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിക്കാനും ലഹരിമുക്തവും സുരക്ഷിതമായ ഒരു തമിഴ്നാട് കെട്ടിപ്പടുക്കാനുമുള്ള ദീർഘകാല പദ്ധതികളാണ് പുതിയ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഈ നയങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയ് സർക്കാരിന്റെ ഭാവി.